പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഭാരതക്ഷേത്ര കാഴ്ചകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് സമീപമുള്ള അശമന്നൂർ മേതല കല്ലിൽ ഗുഹാക്ഷേത്രത്തിന്റെ കാഴ്ചകൾ പ്രിയപ്പെട്ട കൂട്ടുകാർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണ്. ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള ക്ഷേത്രം ദേവസ്വം വക ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. 30ഓളം ചവിട്ടുപടികൾ കയറി നമുക്ക് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലികർമ്മങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകളാൽ ചുറ്റപ്പെട്ടതാണ് തിരുനെല്ലി ക്ഷേത്രം. സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഗുണ്ടിക ഗുഹാക്ഷേത്രത്തിൽ പരമശിവന്റെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ജീർണാവസ്ഥയിലായ ഈ ക്ഷേത്രം ഇപ്പോൾ പുനർനിർമ്മാണ ഘട്ടത്തിലാണ്. ഞാനും എന്റെ സുഹൃത്ത് പ്രസാദം കൂടി ബലിതർപ്പണത്തിനുള്ള ഷീട്ടാക്കി പൂജാകർമ്മ സാമഗ്രികൾ വാങ്ങി ക്ഷേത്രസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലികർമ്മം നടക്കുന്ന പാപനാശിനി പുഴയിലേക്ക് നടന്നു. പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിനുള്ള വടക്കേ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം. വർഷം മുഴുവനും എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്ന് വിശ്വാസമുണ്ട്. AD 9-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ചേര രാജവംശം, കുംഭള രാജവംശം, കുറുമ്പ്രനാട് രാജവംശം, വയനാട് രാജവംശം കൂടാതെ കൂർഗ് രാജാക്കന്മാരുമായും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ബ്രഹ്മാവാണ് മഹാവിഷ്ണുവിനു വേണ്ടി ചതുർഭുജ രൂപത്തിൽ ഈ ക്ഷേത്രം പണിതതെന്നും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകളെ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നതും എന്നു പറയപ്പെടുന്നു. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ വന്നുവെന്നും ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ചു കിടക്കുന്നത് കാണുകയും അതിനടുത്തായി നിറയെ നെല്ലിക്ക ഉള്ള ഒരു നെല്ലിമരം കണ്ണിൽപ്പെടുകയും ചെയ്തു. വിശന്നു വലഞ്ഞ അവർ ഓരോ നെല്ലിക്ക പറിച്ചു തിന്നപ്പോൾ തന്നെ വിശപ്പ് മാറുകയും ഉടനെ തന്നെ ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ഈ സ്ഥലം ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള പവിത്രമായ സ്ഥലമാണെന്നും ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണം എന്നുമായിരുന്നു അശരീരി. ബ്രഹ്മഗിരിയുടെ ഹൃദയഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന പാപനാശിനി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്. ഈ കാണുന്നത് ക്ഷേത്രക്കുളമാണ്. പഞ്ചതീർത്ഥം എന്ന് ഇതിനെ വിളിക്കുന്നു. കുളത്തിന്റെ നടുവിൽ കാൽപ്പാടിന്റെ ചിത്രമുള്ള ഒരു പാറയുണ്ട്. അതിനെ വിഷ്ണുപാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ നടന്ന് പാപനാശിനി ബലിതർപ്പണ സ്ഥലത്ത് എത്തിച്ചേർന്നു. സ്ത്രീകളടക്കമുള്ള ഭക്തർ പാപനാശിനി പുഴയിൽ മുങ്ങി ഈറനണിഞ്ഞ് പുഴയ്ക്ക് ഇരുവശവുമുള്ള പിണ്ടപ്പാറകളിൽ വെച്ച് ബലിയിട്ട് മരിച്ചവർക്ക് മോക്ഷപ്രാപ്തി നൽകി മടങ്ങുന്നു. പാപനാശിനിയിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്ന് ഉന്മേഷം കൈവരുത്തി ബലിയിട്ട ഞങ്ങൾ തിരിച്ചു നടന്നു, വർദ്ധിച്ച ആത്മസംതൃപ്തിയോടെ. ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പാലം കാണാം. അത് കടന്ന് ഞങ്ങൾ ഗുണ്ടിക ക്ഷേത്രത്തിലേക്ക് നടന്നു. നഗ്നപാതരായി നടത്തം ദുഷ്കരം തന്നെ. അങ്ങകലെ ക്ഷേത്രം കാണാം. പോകുന്ന വഴിക്ക് നിറയെ കല്ലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി കൂട്ടിവെച്ചിരിക്കുന്നു. അതൊരു ആചാരമാണ്. ഞങ്ങൾ ശിവക്ഷേത്രത്തിൽ തൊഴുത് തിരികെ നടന്നു. കുന്നുകയറി വീണ്ടും വിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു.
കരിങ്കൽ പാളികൾ വിരിച്ച ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴി. ഈ ക്ഷേത്രത്തിലെ കിണറില്ലാത്ത ക്ഷേത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കരിങ്കൽ പാത്തി പണിതീർത്ത് പാപനാശിനി പുഴയുമായി ബന്ധിച്ചിരിക്കുന്നു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെത്തിയ വടക്കേ മലബാർ രാജകുമാരി ദാഹം തീർക്കുന്നതിന് പൂജാരിയോട് വെള്ളം ചോദിക്കുകയും വെള്ളമില്ലാത്തതിനാൽ തന്റെ പരിചാരകരെ ശട്ടം കെട്ടി പാപനാശിനി പുഴയിൽ നിന്നും മുള കൊണ്ടുള്ള പാത്തി നിർമ്മിച്ച് വെള്ളം കൊണ്ടുവരികയും ചെയ്തു. പിന്നീടാണ് കരിങ്കൽ പാത്തി പണിതത്. ആ കരിങ്കൽ പാത്തിയാണ് ഈ കാണുന്നത്. അങ്ങനെ പാപനാശിനിയിൽ ബലിതർപ്പണം നടത്തിയ ഞങ്ങൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിവിധ കാഴ്ചകൾ കണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അടുത്ത ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു.